വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ ശാലിനിയാണെങ്കിൽ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അന്നേരം ആകെ ഒരു കരഞ്ഞു തളർന്ന ആ ഒരു സീൻ തന്നെയാണ് കാണിക്കുന്നത്. അന്നേരം ഈ കുട്ടികൾ രണ്ടുപേരും കൂടി സത്യയും പപ്പിയും കൂടി ശാലിനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് സത്യ ആണ് ചോദിക്കുന്നത്, എന്താ അമ്മേ അച്ഛൻ നമ്മളെ കാണാനായിട്ട് വരാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഈ കുട്ടികളെ നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു മറുപടിയും പിന്നെ ശാലിനിയാണെങ്കിൽ പറയുന്നില്ല. അതേസമയം ഇങ്ങനെയില്ല ആകാശത്ത് പുകമറയിലെന്ന പോലെ വിഷ്ണു നിന്ന് നോക്കുന്ന ആ ഒരു സീനൊക്കെ കാണിക്കുകയാണ്. അതിനുശേഷം രേഷ്മയാണെങ്കിൽ ശാലിനിയോട് പറഞ്ഞായിരുന്നല്ലോ ഹൃദയം കൊടുത്തത് ആർക്കാണ് കണ്ടുപിടിച്ച് കൊടുക്കാമെന്നുള്ളത്. മധുരയിലെ ഹോസ്പിറ്റലിലേക്ക് രേഷ്മ പോകുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഡോക്ടറോട് ചെന്ന് ചോദിക്കുന്നുണ്ട് ഈ അവയവങ്ങൾ കൊടുത്തത് ആർക്കാണ് എന്നുള്ളത്. പക്ഷേ അന്നേരം ഡോക്ടർ പറയുകയാണ് അവയവങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നല്ലാതെ അത് ആർക്കാണ് കൊടുത്തത് എന്നുള്ളത് ഇവർക്കറിയാനായിട്ട് കഴിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രേഷ്മ പിന്നീട് ഒരു വഴി എന്നോണം രേഷ്മ ചോദിക്കുന്നുണ്ട് ഏതൊക്കെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയതെന്ന് അറിയാൻ പറ്റുമോ ചോദിക്കുമ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് അവിടെയാണെങ്കിൽ പിന്നെ ഡോക്ടർ കൊടുക്കുകയാണ്. അതനുസരിച്ച് ശാലിനിയല്ല രേഷ്മയാണെങ്കിൽ തിരികെ അവരുടെ നാട്ടിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്തുകയാണ്. ആ ഒരു സ്ഥിരം കാണിക്കുന്ന ഹോസ്പിറ്റൽ തന്നെയാണ് കാണിക്കുന്നത്. അവിടെ എത്തിയിട്ട് ഹൃദയം കൊടുത്ത അത് ആരാണ് എന്നുള്ളത് രേഷ്മയാണെങ്കിൽ അന്വേഷിച്ചറിയുന്നുണ്ട്. ആ ഒരു ഫയൽ രേഷ്മയുടെ കയ്യിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. പക്ഷേ അതിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് കാണിക്കുന്ന ആ ഒരു റെസിപ്പൻസ് എന്നുള്ളൊരു ഇതിൽ ആ ഒരു ഫയലിൽ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ ശിവൻ്റേത് തന്നെയാണ് കാണിക്കുന്നത്. അന്നേരം ആ ശിവൻ്റെ ഫോട്ടോ എടുത്ത് രേഷ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ രേഷ്മയ്ക്കാണെങ്കിൽ ശിവനെ അറിയില്ലല്ലോ. ശിവനും രേഷ്മയും തമ്മിൽ കണ്ടിട്ടുള്ള ആ ഒരു സീൻ ഇതുവരെ കാണിച്ചിട്ടുമില്ല. ശിവൻ ഇപ്പോൾ ശാലിനിയുടെ വീട്ടിലുണ്ടെന്നും അതിനെപ്പറ്റിയൊന്നും രേഷ്മയ്ക്ക് അറിയില്ല. പക്ഷേ ആ ഫോട്ടോ നോക്കി രേഷ്മ ഇങ്ങനെ ആ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു റിസപ്ഷൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ രേഷ്മ ഇത് ശാലിനിയോട് പറയുമോ എന്നുള്ളതാണ്. അതോ അതിനി കുറേ കാലം മറച്ചു വെച്ച് ഇനി കഥ നീട്ടിക്കൊണ്ട് പോകുമെന്നാണ് അറിയേണ്ടത്. ഈ സമയത്ത് ആ ഒരു ഹോസ്പിറ്റലിൻ്റെ മുന്നിലേക്കാണെന്ന് തോന്നുന്നു ശിവനിങ്ങനെ ബൈക്കിൽ വന്ന് നിൽക്കുന്ന കാണിക്കുന്നുണ്ട്. അതിന് എവിടേക്കാണ് എന്നുള്ളത് കാണിക്കുന്നു. അന്നേരം രേഷ്മയും ശിവനും കാണുമോ ഇല്ലയോ എന്നുള്ളതും ഈ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ ശാലിനി ഏൽപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളതുമാണ് അറിയേണ്ടത്. പിന്നീട് സത്യഭാമയും രാഘവൻ നേരെയൊന്നും അറിയിച്ചിട്ടില്ല. ആ ഒരു വിഷ്ണുവിൻ്റെ മരണവിവരമൊന്നും അറിയിച്ചിട്ടുമില്ല. അതിന് ഇനി മിക്കവാറും രേഷ്മ ചിലപ്പോൾ ശാലിനിയെ അറിയിക്കുമായിരിക്കും. ആ ഒരു വിഷ്ണുവിൻ്റെ ആ ഒരു മരണമൊക്കെ മറച്ച് വെച്ചത് കൊണ്ട് ആ ഒരു ചെറിയൊരു പശ്ചാത്താപം എന്നോണം രേഷ്മയുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ ശാലിനിയോട് പറയുമായിരിക്കും. എന്താണെന്ന് അറിയില്ല, നമുക്ക് വരും എപ്പിസോഡുകളിൽ നോക്കാം. അങ്ങനെ ചിലപ്പോൾ ശിവനോട് ചെറിയൊരു സെൻറ്റിമെൻറ്റ് പിന്നെ ശാലിനിക്ക് തോന്നുമായിരിക്കാം. ഇനി കഥയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയില്ല. നമുക്ക് വഴിയെ കാണാം. ബാക്കി വരും എപ്പിസോഡുകളിൽ കാണാം എന്താണ് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.